ചെയ്തില്ല. എന്റെയും കൂടെ ഞാനും അത് ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ടേ പറയുന്നുണ്ട് ആഡ് ചെയ്യുന്ന കാര്യം. അതെന്റെ പേര് ഹരിപ്രിയ. ഞാൻ നമ്പരും ഇപ്പൊ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് ആഡ് ചെയ്തേക്കണേ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു മാം. കഴിച്ചു. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? പ്രയർ. Good afternoon, ma'am. My name is Tajinisa. Okay. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. മാം, ഞാൻ ചിന്നു. ഞാനൊരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓണവിൽ കൈകളിലേന്തി ഊഞ്ഞാലാടാം, പീലി നീർത്തുന്ന കുലമയിലായി മുകിലോടുന്ന മെട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തിത്തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. Then thought of the day. Good afternoon, ma'am. I am Sansi Ando. Thought of the day. Dream is not that which you see while sleeping. It is something that does not let you sleep. Dr. APJ Abdul Kalam. I repeat again. Dream is not that which you sleep while sleeping. It is something that does not let you sleep. Dr. APJ Abdul Kalam. Thank you. Okay. Then ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിയോ ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാൻ? ഇല്ല. നിങ്ങൾക്ക് കഥയൊക്കെ പറയാട്ടോ, സ്റ്റോറി പറയാം, ആക്ഷൻ സോങ് ചെയ്യാം, ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നടത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. യെസ് മാം. ജയശ്രീ ചെയ്യുന്നുണ്ടോ? ആരാണ്? ജയശ്രീ. ഓക്കെ.
Up your hands, up your hands. Listen to the music and clap your hands. Turn around, turn around. Listen to the music and turn around. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Jump up high, jump up high. Listen to the music and jump up high. Wave your hands, wave your hands. Listen to the music and wave your hands. Thank you, Miss. Very good. Thank you. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മള് എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? ഫസ്റ്റ് യൂണിറ്റ് അല്ലേ എടുത്തു വന്നത്, കണ്ടിന്യൂ ചെയ്തത്? അതെ മിസ്. ഇന്ന ക്ലാസ് Contents of physical fitness. സ്പീഡ് വരെ എടുത്തത്. സ്പീഡ് വരെ എടുത്തല്ലേ? ആ. ഓക്കെ, സ്പീഡ് വരെ എടുത്തായിരുന്നു. നെക്സ്റ്റ് വൺ എജിലിറ്റി ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്ത് എജിലിറ്റി ഒരാളൊന്ന് റീഡ് ചെയ്യാവോ? Yes, ma'am. Yes, ma'am. ഓക്കെ. Agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. എന്താ മനസ്സിലായത്? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പെട്ടെന്ന് ചേഞ്ച് ആവുക, അതൊരു എഫിഷ്യൻസി. അതായത് ശരീരത്തെ അതായത് നമ്മുടെ ബോഡിയെ വളരെയധികം സ്പീഡോടുകൂടി അല്ലെങ്കിൽ വേഗതയോടുകൂടി ഡയറക്ഷൻ മാറ്റാനുള്ള കഴിവ്, ദിശ മാറ്റാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഫിറ്റ്നസ് കമ്പോണന്റ് ആണ്, പ്രത്യേകിച്ചും കായിക രംഗവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക്. ഓക്കെ, നമ്മുടെ സ്പോർട്സിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, എജിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തെ വളരെ സ്പീഡില് വേറൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഡയറക്ഷനിലേക്ക് ആക്കാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫുട്ബോൾ കളിക്കാരൻ ബോൾ എടുക്കാൻ വേഗത്തിൽ വലത്തേക്ക് നീങ്ങുമ്പോഴും പിന്നെ അയാൾ, അതായത് ഒരു ഫുട്ബോൾ കളിക്കുന്ന ആള് പെട്ടെന്ന് ബോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം റൈറ്റിലേക്ക് പെട്ടെന്ന് തിരിയുന്നു, പെട്ടെന്ന് തന്നെ ആ ബോൾ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. അതൊക്കെ എജിലിറ്റിയുടെ കഴിവാണ്. ഓക്കെ, പിന്നെ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ പെട്ടെന്ന് ഷോട്ടിനായിട്ട് മാറുന്നത്. ബാഡ്മിന്റൺ കളിയിൽ നമുക്കറിയാലോ, ആ ഒരു എന്തായിരുന്നു അതിന്റെ പേര്, മറന്നുപോയി. നമ്മുടെ തട്ടാൻ ഉപയോഗിക്കുന്ന സാധനം കോക്ക് അല്ലെ, കോക്ക് അല്ലേ പറയുന്നത്. അത് വരുമ്പോൾ അതായത് രണ്ടുപേര് തമ്മിൽ കളിക്കുവാണ്. അപ്പൊ ഒരാൾ എറിയുമ്പോൾ മറ്റേ ആള് അത് ആ ഒരു ഇതും കൊണ്ട് ചെയ്യണമല്ലോ, അതായത് തട്ടണമല്ലോ. അപ്പൊ എങ്ങോട്ടാണ് ആ ഡയറക്ഷൻ, എങ്ങോട്ടാണ് ആ കോക്ക് വരുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവരുടെ ശരീരം ചലിക്കുന്നത്. ഓക്കെ, അതും എജിലിറ്റി ആയിട്ട് ബന്ധമുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എജിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരീരത്തെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ചലിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ കോർഡിനേഷൻ ആണ് കേട്ടോ. ഒരാളൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ റീഡ് ചെയ്യട്ടെ?
ചെയ്തോളൂ. Coordination, a skill related to component of physical fitness that relates to the capacity to use the sense, such as sight and hearing together with body parts in performing motor tasks evenly and accurately. എന്താ മനസ്സിലായത്? നമുക്കുള്ള സ്കില്ലാണ്, നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ്സിലുള്ള സ്കില്ലാണ്. നമുക്ക് കേൾക്കാനും കാണാനും ഉള്ള കൈ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അതും നമ്മുടെ ബോഡി പാർട്സിന്റെ ഇത് ഈക്വൽ ആക്കിയിട്ട് ഉപയോഗിച്ചിട്ട്. കോർഡിനേഷൻ എന്ന് പറയുന്നത് സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ഓക്കെ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണ്. ഇതൊരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഭാഗമാണ് അല്ലെ. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ, അതായത് കണ്ണ്, കൈ, കാൽ, തല, 4 കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ കൈ, കാല്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്. ഈ കാര്യങ്ങളൊക്കെ കൂടി ഏകോപിപ്പിച്ച് ഒരു കാര്യം ചെയ്യുവാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാർട്സ് ആണ് ഉപയോഗിക്കുക? നമ്മൾ സംഗീതം കേൾക്കുന്നില്ലേ? പാട്ട് കേട്ടിട്ടല്ലേ ഡാൻസ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ചെവി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കും, ആ പാട്ടിന്റെ താളത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കൈയും കാലും ചലിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണ്ണും ചലിക്കുന്നുണ്ടാകാം. ഡാൻസിന് കുറേയധികം ഇത് ആവശ്യമാണ് അല്ലെ. ഇതൊരു കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത്. ഒരെണ്ണത്തിന്റെ മാത്രം പ്രസക്തി അവിടെ ഇല്ല. നമ്മുടെ കൈ ചലിക്കുന്നു, കാല് ചലിക്കുന്നു. പാട്ട് കേൾക്കുന്നതിനൊപ്പമാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഉള്ള ഒരു എന്താ പറയാ ഫിസിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടാണ് കോർഡിനേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ കോർഡിനേഷൻ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കുക ഡാൻസിങ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Okay. The next one, types of physical fitness ആണ് കേട്ടോ. പ്ലേയിങ് കീബോർഡ് എക്സാമ്പിൾ ആണ്. പല എക്സാമ്പിളും ഉണ്ട്. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തന്നെ ഡാൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3. അതായത് ഫിസിക്കൽ ഫിറ്റ്നസിന് അതായത് ശാരീരിക യോഗ്യതയെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിനെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാണ്, എന്താണ് വിട്ടുവിട്ടിട്ടാണ് കേൾക്കുന്നത്. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ. എന്ത് സുജി ദാസ് ആണോ ഇപ്പൊ പറഞ്ഞത്? ആരാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്? ഒന്ന് ലീവായിട്ട് ജോയിൻ ചെയ്യൂ കേട്ടോ, റീജോയിൻ ചെയ്യൂ. അപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറിക്കോളൂ. ക്ലിയർ ആവുന്നില്ല അല്ലെ? ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നമായിരിക്കും സുജി. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസിനെ നമ്മൾക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ശാരീരിക യോഗ്യതയെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, they are health related physical fitness. രണ്ടാമത്തത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മൂന്നാമത്തത് കോസ്മെറ്റിക് ഫിറ്റ്നസ്. അപ്പൊ എന്തായിരിക്കും ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല്?
ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ. റജിഷ പറയൂ. റജിഷ. ആരോഗ്യവും നമ്മളെ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റിലേറ്റഡ് ആയി. അതായത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ആയ പ്രൊഡക്റ്റീവ് ആയ ജീവിതം നയിക്കാനുള്ള ശേഷി. ഒരു മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയ ഒരു ലൈഫ്. പേജ് നമ്പർ ഒന്ന് പറയാമോ? ബ്രേക്ക് കേൾക്കുന്നതേ. കേൾക്കുന്ന വിട്ടു വിട്ടു. ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്? ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ആയ പ്രൊഡക്റ്റീവ് ആയ ജീവിതം നയിക്കാനുള്ള ശേഷിയെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്, ഒന്ന് കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ്. എന്താണ് കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ് എന്ന് പറയുന്നത്? ഹൃദയാരോഗ്യം. കേട്ടോ, ഇതിനകത്ത് വരുന്നതാണ് കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ്. നല്ല രീതിയിലുള്ള ഒരു ഹൃദയാരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത്, പേശികളുടെ ശക്തി, അത് വേണം, അല്ലെ? ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഭാരം ഉയർത്താനോ ഒക്കെ എന്ത് വേണം? പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ശക്തി വേണം, മസിൽസിനുള്ള സ്ട്രെങ്ത് വേണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിന് ഒരു അയവ് വേണം, അല്ലെ? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, അതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? വഴക്കം വേണം. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ കാർഡിയോ മസ്കുലർ ഫിറ്റ്നസ്, ദെൻ അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ടത്? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ദെൻ അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ആണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ കായിക പ്രവർത്തികളിലും കളികളിലും മികച്ച പ്രകടനം നൽകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, കായികമായിട്ട്, അതായത് സ്പോർട്സ് പരമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കളികളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കളികളൊക്കെ നടത്തുമ്പോൾ അത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, സ്പീഡ് പറയാം, കോർഡിനേഷൻ പറയാം, ബാലൻസ് പറയാം, പവർ റിയാക്ഷൻ ടൈം, പ്രതികരിക്കുന്ന സമയം പറയാം, അല്ലെ? എല്ലാ കളികളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം സ്പീഡ് വേണം, അതുപോലെ തന്നെ കോർഡിനേഷൻ വേണം, അതുപോലെ തന്നെ ബാലൻസ് വേണം, പിന്നെ പവർ റിയാക്ഷൻ ടൈം, അതായത് പ്രതികരിക്കാനുള്ള ഒരു ഇത് വേണം, അല്ലെ? ഒരു ബോൾ ഇപ്പൊ നമ്മുടെ നേർക്ക് വരുവാണ്, അത് ക്യാച്ച് ചെയ്യണം, അല്ലെ? അതിനെയാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങള് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസ്. കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് ബ്യൂട്ടി പരമായി, അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തെ ആകർഷകമായിട്ട് രൂപപ്പെടുത്താനുള്ള കഴിവ്. നല്ല വടികൊള്ള ശരീരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അത്തരത്തിലുള്ളൊരു എന്താ പറയാ, ബോഡി ടോൺ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുതരം ഫിറ്റ്നസ് ആണ് എന്ത്? കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താണ്? ആരോഗ്യത്തെക്കാൾ കൂടുതൽ ശരീരത്തിന്റെ ഭംഗിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
ഹെൽത്തി ആയിട്ടിരിക്കുന്നതല്ല ഇവിടെ നോക്കുന്നത്, മറിച്ച് ശരീരം ഭംഗിയാക്കുക അല്ലെങ്കിൽ നല്ലൊരു ബോഡി ടോണിലേക്ക് എത്തുക, അതാണ് ഈ കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് അറിയാനായിട്ട് പറ്റും. സിനിമാ താരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ആണെന്ത് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്, അല്ലെ? അവര് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കാറില്ലേ? അവരുടെ മുഖം നല്ലതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂക്ക് നല്ലതാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ശരീരത്തിന്റെ ഫാറ്റ് കളയാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്, അല്ലെ? അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോസ്മെറ്റിക് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് രൂപഭംഗിയാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, കോസ്മെറ്റിക് സർജറി ചെയ്യാറുണ്ട്, ശരിയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? കോസ്മെറ്റിക് ഫിറ്റ്നസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ഞാനിപ്പോ ഇതിന്റെ വിശദീകരണങ്ങളാണ് പറഞ്ഞത്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അതിനെ പറയാം HRPF എന്ന് പറയാം. ദെൻ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് SRPF, ദെൻ കോസ്മെറ്റിക് ഫിറ്റ്നസ് CF. ഓക്കെ, ഈ 3 കാര്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. Activities helpful for developing physical fitness components. The major training for developing physical fitness components. അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക യോഗ്യത വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില ആക്ടിവിറ്റികളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചില ആക്ടിവിറ്റികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊന്നെന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. ചെയ്യാറുണ്ടോ നിങ്ങൾ? വാക്കിങ്ങിന് പോവാറുണ്ടോ? എത്ര പേര് വാക്കിങ്ങിന് പോവാറുണ്ട് ഇവിടെ? മുന്നേ പോയിരുന്നു മിസ്, ഇപ്പൊ പോവാറില്ല. ഇപ്പൊ കുട്ടികളുള്ളോണ്ട് പോവാറില്ല. ഒരാള് റജിഷ എക്സ്പ്ലെയിൻ ചെയ്ത്. റജിഷ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ എക്കോ വരും. റജിഷ മാത്രം. വാക്കിംഗ് പറയൂ, വാക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യൂ. വാക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്താണ് പറയേണ്ടത്? വാക്കിംഗ് വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ മതി. വാക്കിംഗ് ക്യാൻ ഡെവലപ്മെന്റ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ വാക്കിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ല ശേഷി ഉണ്ടാവും, ഒരു കഴിവുണ്ടാവുന്നു. Can development the physical fitness and like body fitness. Ma'am. ഓക്കെ, ഞാൻ തന്നെ പറയാം. വാക്കിംഗ് എന്ന് പറയുന്നത്, വാക്കിംഗ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് ബോഡി കമ്പോസിഷനും കാർഡിയോ മസ്കുലർ ഫിറ്റ്നസ് എക്സെട്ര. എന്തിനാണ് നമ്മൾ വാക്കിങ്ങിന് പോകുന്നത്? നമ്മുടെ ശരീരം പിന്നെ ഫിറ്റ്നസ് ആണ്. അല്ലേ? ആണോ? ഫിറ്റ്നസ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണോ നമ്മൾ വാക്കിങ്ങിന് പോകുന്നത്? ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഫുൾ ബോഡി നടക്കുന്നതിലൂടെ നമുക്ക് ഒരു കാര്യം കാർഡിയോമസ്കുലർ പോലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും വാക്കിങ്ങിലൂടെ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഏറ്റവും വാക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് തന്നെയാണ്. അതിലൂടെ കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം, വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്, വയറ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. പ്രായം ആരൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്, അല്ലെ? ഏജിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തടിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ഒബിസിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് കുറേയധികം എക്സസൈസുകളോ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായിട്ടുള്ള എക്സസൈസുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഡോക്ടർ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്, അല്ലെ? ആദ്യം കുറച്ചൊരു അരമണിക്കൂർ നടക്കാനായിട്ട് പറയും, പിന്നെ അതിന്റെ ലെങ്ത് കൂട്ടാനായിട്ട് പറയും, പിന്നെ അത് റണ്ണിങ് ആക്കാനായിട്ട് പറയും.
അങ്ങനെയാണ് ആദ്യം നമ്മള് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം നമ്മുടെ ബോഡിക്ക് അത് താങ്ങാനായിട്ടുള്ള ശേഷി ഉണ്ടാവണം അല്ലെ? ബോഡിക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണ്ടേ? ഭയങ്കരമായിട്ടുള്ള എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആദ്യമേ? ഇല്ല. ഓക്കെ. അപ്പോ വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് റണ്ണിങ് എന്ന് പറയുന്നത് കേട്ടോ. റണ്ണിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് മസ്കുലർ കണ്ടിന്യൂറ്റി, എജിലിറ്റി, സ്പീഡ് എക്സെട്ര. ഓക്കെ, റണ്ണിങ് എന്ന് പറഞ്ഞാല് വേഗത കൂട്ടാനായിട്ട്, അതായത് ശരീരത്തിന്റെ വേഗത കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. പേശികളുടെ, അതായത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ്. എന്താണ്? വേഗത, സ്പീഡ് കൂട്ടാനായിട്ട് റണ്ണിങ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് സാധിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം. ദെൻ നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് വെയിറ്റ് ട്രെയിനിങ്. എല്ലാവരും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ് അല്ലെ? വെയിറ്റ് ട്രെയിനിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് മസ്കുലർ കണ്ടിന്യൂറ്റി, സ്ട്രെങ്ത് എക്സെട്ര. നമ്മുടെ മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നത് അല്ലെ? ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടോ ഇതിനകത്ത്? ജിമ്മിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും പോകുന്നില്ല? രമ്യ മേനോൻ, രമ്യ പോകുന്നുണ്ട് ജിമ്മില്? യെസ് മാം. എത്ര നാളായി പോകുന്നു? 1 year. 1 year ആയി. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്? മാം ഇപ്പൊ ഇത്തിരി ബ്രേക്കിലാണ് മാം. ഇപ്പൊ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. ഓക്കെ. എന്തിനാണ് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നത്? അതൊക്കെ ചെയ്യാറുണ്ട് മാം ജിമ്മില്. എന്താണ് അതിന്റെ ഉദ്ദേശം? ട്രെയിനർ പറഞ്ഞു തന്നിട്ടില്ലേ എന്തിനാണ് വെയിറ്റ് ട്രെയിനിങ്? നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനും പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡിയുടെ ഫുൾ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് മാം. നമുക്കിപ്പോൾ പറയാന്ന് വെച്ചാൽ ഒരു ഈവൻ നമുക്ക് സ്റ്റെപ്സ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം മസിൽ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ മസിലിന് വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡംബൽസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഫ്ലോർ എക്സസൈസ് ചെയ്യാറുണ്ട്, സ്കിപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ വേറെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ മസിൽ സ്ട്രെങ്ത് മെയിൻ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബോഡിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ മസിലിനൊക്കെ എല്ലാം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ജിമ്മിൽ പോകുന്ന ആളുകളുടെ ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? നമ്മളിപ്പോ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലേ, ജിമ്മിൽ പോകുന്ന സ്ത്രീകളുടെ ശരീരം ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? അവരുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്ന്? ഫിറ്റ് ആയിരിക്കും. നല്ല ഫിറ്റ് ആയിട്ടുള്ളല്ലേ? നമ്മള് വീട്ടില് വെച്ച് എക്സസൈസ് ചെയ്താൽ ആ ഒരു ഫിറ്റ്നസ് കിട്ടുമോ? ഇല്ല. നമ്മുടെ വെയിറ്റ് ലോസ് ആകും അല്ലെ? നമ്മള് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ വെയിറ്റ് ലോസ് ആവും. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഭംഗി ഉണ്ടാവണമെന്നില്ല. നമ്മൾ വെയിറ്റ് ലോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖമൊക്കെ, ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോകാം, കണ്ണിന്റെ അവിടെയൊക്കെ, പിന്നെ ഭയങ്കരമായിട്ട് ഒട്ടാം, കഴുത്തൊക്കെ നീണ്ടു വരാം അല്ലെ? വെയിറ്റ് ലോസ് ആയി ഓക്കെ, പക്ഷെ ആ ശരീരം ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് വെയിറ്റ് ലോസിനൊപ്പം തന്നെ ശരീരത്തിന്റെ രൂപഭംഗി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തിനും കൂടി വേണ്ടിയിട്ട്, അതായത് മസിലിന് സ്ട്രെങ്ത് ഉണ്ടാവണമല്ലോ, വെയിറ്റ് ലോസ് എടുക്കുന്ന സമയത്ത് മസിൽ സ്ട്രെങ്ത് ആയിരിക്കണം. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജിമ്മിൽ പോകാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോട്ടിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. കുപ്പിയില് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ എക്സസൈസിന്റെ കൂടെ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ബോഡി ടോൺ കിട്ടും. അതാണ് അവരുടെയൊക്കെ ശരീരം അല്ലെങ്കിൽ അവരുടെയൊക്കെ ബോഡി നല്ല ഭംഗിയിൽ ഇരിക്കുന്നത്. ഏത് ഡ്രസ് ഇട്ടാലും എന്താണ്
മാം ഈ പറഞ്ഞ ബോട്ടിലില്ലേ, ഇതിപ്പോ ഡംബൽസ് ഇല്ലാത്തവർ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡംബൽസിന് പകരം നമുക്ക് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അത് ചെയ്യാം. കൈയിന്റെ ചിലർക്കൊക്കെ കൈയിന് മറ്റേ ലൂസ് ആയിരിക്കും മസിൽസ് ഒക്കെ, വണ്ണം കുറയുന്നവരും അതിങ്ങനെ ഹാങ്ങിങ് ആകും. അപ്പൊ അത് ടൈറ്റൻ ചെയ്ത് റീപൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടി ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കൈയിന് ഇതേപോലെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് എക്സസൈസ് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യുമായിരുന്നു മുമ്പ്. ചെയ്യുമായിരുന്നു അല്ലേ? നല്ല എഫക്റ്റ് ആവുമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നത്. നമ്മള് ജിമ്മിൽ പോയി കഴിഞ്ഞാല് ടിപ്സ് ഷെയർ ചെയ്യാൻ രമ്യനോട് പറയുന്നു. എന്തൊക്കെ ടിപ്സ് ആണെന്ന് അവര് പ്രധാനമായിട്ടും പറയും, ട്രെയിനർ നമ്മളോട് പറയും. അതായത് വെറുതെ ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കൂടി വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങളുടെ എയിം എന്നവർ പറയും. എന്നിട്ടാണ് അവർ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവര് പറയും. മസിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഉപഭംഗി അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഷുഗർ കട്ട് ചെയ്യാന്നുള്ളതാണ്. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാല് കുറേയധികം മാറ്റങ്ങൾ വരും കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നിർബന്ധമൊന്നും പറയുന്നില്ല, കാരണം ചില ആളുകൾക്ക് പറ്റില്ല. അതായത് അതിന്റെ ആ ഒരു ഉപയോഗം കുറയ്ക്കാൻ ഒറ്റയടിക്ക് നിർത്താൻ ചിലർക്ക് പറ്റില്ല. അപ്പോ ആ ഷുഗറിന്റെ അളവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇപ്പൊ ഒരു ഗ്ലാസ് ചായയിൽ നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പകുതിയാക്കാനായിട്ട് നോക്കുക. അത് കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിച്ച് വരിക. പിന്നെ അതിന്റെ പകുതിയാക്കാനായിട്ട് നോക്കുക, ക്വാർട്ടർ ആക്കാനായിട്ട് നോക്കുക. ദെൻ തീരെ അത് ഉപയോഗിക്കാതെ ഇരിക്കുക. ആ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റും. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് തോന്നുന്നത്. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. വെയിറ്റും ലോസ് ആവും, പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ആവും. കുറെ ആളുകളുണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷെ അവർക്ക് അത്ര എളുപ്പമല്ല അത് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന അത്ര മാം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ആക്ച്വലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ജിമ്മില്. ഒരു 6 months ഒക്കെ കഴിഞ്ഞപ്പോൾ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡയറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വർക്കൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രോസ് ഫിറ്റ്, കാർഡിയോ ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. സൂംബ വർക്കൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും കുറയണില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പ്രോട്ടീൻസ് ആണ് ഫുൾ കഴിച്ചത്, ഷുഗർ നന്നായിട്ട് കട്ട് ചെയ്തു. അപ്പൊ നല്ല രീതിയിൽ വണ്ണം കുറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഇപ്പൊ പിന്നെയും പഴയ പോലെ തന്നെയായി. ഇപ്പൊ പോവാൻ പറ്റാറില്ല. അതുകൊണ്ട് ഷുഗർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഡിഫറൻസ് ഇപ്പൊ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് നമ്മൾ കുറച്ചാലും ഡയറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മള് ഈ കഴിഞ്ഞ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ ഗോവിന്ദസ്വാമി ഡയറ്റ്. നിങ്ങള് ശ്രദ്ധിച്ചിട്ടോ? യൂട്യൂബിൽ ശ്രദ്ധിച്ചായിരുന്നോ? കുറെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദസ്വാമിയുടെ ഡയറ്റ്. അയാൾ ജയിലിൽ ചാടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ? നമുക്കറിയാം അയാളുടെ ബോഡി കണ്ടായപ്പോ മനസ്സിലാവും. ചപ്പാത്തി മാത്രം കഴിച്ച് പിന്നെ ജയിലിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താണ് അയാളുടെ ബോഡി അയാൾ ഫിറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, വെയിറ്റ് ലോസിന്റെ ചില പ്ലേസസിൽ ഇതേപോലെ തന്നെ ഒരു ഷെയ്ക്ക് തരും. അത് എനർജറ്റിക് ഷെയ്ക്ക് ആണ്. രാവിലെ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. ആ ഒരു ഷെയ്ക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ് എല്ലാം അടങ്ങിയത് ഒരു ഷെയ്ക്ക്. ഞാൻ ഒരു പ്രാവശ്യം പോയി മിസ്, പക്ഷെ എന്നോട് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. ആകെ ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസേ കഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങനെ നിർത്തി. ഒരു ഇഡ്ഡലിയെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ചായ കുടിക്കാനേ പാടില്ല, അതിൽ കാലറീസ് കൂടുതലാണെന്ന് പറയും. അപ്പൊ പിന്നെ വട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അങ്ങനൊരു, അതായത് എല്ലാം നമ്മൾ കുറച്ച് വരണം. തനിയെ കുറഞ്ഞു മിസ്. അങ്ങനെ ഡാൻസ് ചെയ്യും, അപ്പൊ അങ്ങനെ എക്സസൈസ് അങ്ങനെ ഇപ്പൊ നല്ലോണം കുറഞ്ഞു. മുന്നേ നല്ല വണ്ണം ഉണ്ടായിരുന്നു, വ്യത്യാസം വന്നു. മാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ വെച്ചിട്ട് പറയാന്ന് വെച്ചാൽ എൻ്റെ മാത്രമല്ല, ഞാൻ പൊതുവേ കുറേ പേര് ഇതുപോലെ കണ്ടക്റ്റിൽ വെച്ചിട്ട് പറയാ വെച്ചാൽ ഈ ഡയറ്റ് ചാർട്ടും എല്ലാം ശരിക്കും ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല.
ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണീക്ക് ആണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ഫുഡ് ചാർട്ടും ഡയറ്റും എക്സസൈസും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒരാൾ ചെയ്ത് കണ്ടിട്ട് മറ്റൊരാൾ ചെയ്തിട്ട് കാര്യമില്ല. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഷുഗർ കട്ട് തന്നെ നമ്മൾ എല്ലാവരും ഷുഗർ കട്ട് ചെയ്തിട്ടും കാര്യമില്ല. ചിലർക്ക് ഷുഗറിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷുഗർ കട്ട് എടുത്താൽ നേരെ മറിച്ച് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഷുഗർ കട്ട് മാത്രം ചിലർക്ക് ഈവൻ ഞാൻ പറഞ്ഞതിൽ ഞാൻ കണ്ടിട്ടുണ്ട് 15 kilos വരെ ഷുഗർ കട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്. അവർ വർക്കൗട്ടിനേക്കാളും കൂടുതൽ ഷുഗർ കട്ട് ഡയറ്റ് ഒക്കെയാണ് എടുത്തിരുന്നത്. ചിലവരാണെങ്കിൽ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടാണ് കുറയാറ്. ഫുഡ് ഡയറ്റ് എടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ഓരോരുത്തരും ഇൻഡിവിജ്വൽ, അതായത് ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അവർക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മാം. അത് മാത്രമല്ല മാം പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൈയിന്റെ വർക്കൗട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പൊ പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന സ്റ്റൊമക്ക്, അതായത് വയറ്, അത് നമ്മൾ നോർമൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ കുറയുമായിരിക്കും. പക്ഷെ ആ ഷേപ്പ് റീഗെയിൻ ചെയ്ത് ആ മറ്റേ ലൂസ് ആയിട്ടുള്ള ആ ഒരു മസിൽസ് ഒക്കെ ടൈറ്റൻ ചെയ്ത് പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പക്ക വെയിറ്റ് ട്രെയിനിങ് തന്നെ എടുത്തേ പറ്റും മാം. അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയുന്നല്ലാതെ ആ ഷേപ്പ് റീഗെയിൻ ചെയ്യണമെങ്കിൽ നന്നായി എക്സസൈസ് ചെയ്തേ പറ്റും. ഓക്കെ. ഇപ്പൊ രമ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഷുഗറിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ട്. ചായ കുടിക്കാനായിട്ട് എന്താ പറയാ 2 ദിവസം കട്ട് ചെയ്തു ചായ. പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ള ആളാണ്. എനിക്ക് തലവേദന വന്നു 3ാമത്തെ ദിവസം. ഭയങ്കരമായിട്ട് തലവേദന വന്നു. കാരണം ചായ അങ്ങോട്ട് ചെന്നിട്ടില്ല, മധുരം അങ്ങോട്ട് ചെന്നിട്ടില്ല. പിന്നെ ഷുഗറും ലോ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല മിസ്, പെട്ടെന്ന് ഷുഗർ കുറയ്ക്കാൻ പഞ്ചസാര ഇട്ട് കുടിച്ചിട്ട് പെട്ടെന്ന് നമുക്കത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഞ്ചസാര ഇടാതെ കുടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ ആ ഒരു ഇഷ്യൂ, തലവേദന പോലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ വെയിറ്റ് ട്രെയിനിങ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്ട്രെച്ചിങ്. Stretching can grow the physical fitness component like body composition, flexibility, etc. അതായത് സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ശരീരത്തിന്റെ വഴക്കം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. ഓരോരോ സ്ട്രെച്ചിങ് എക്സസൈസുകളും യോഗയിലൊക്കെ കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു വഴക്കമാണ് ഉണ്ടാവുക അല്ലെ. നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കളറി എക്സാമ്പിൾ ആണ്. മനസ്സിലായോ ഈ ചാപ്റ്റർ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഞാനിതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. ഫ്രൈഡേ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം. ഇന്ന് ഇംഗ്ലീഷിന്റെ ഡൗട്ട് ഉണ്ട് മിസ്, മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്താണ്? ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ന്. ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റോ? എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ് മിസ് ഇടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞതാണ്. അതെ അല്ലേ? ഓക്കെ, അത് ഞാൻ നാളെയോ മറ്റന്നാളോ ഇട്ടേക്കാം കേട്ടോ. ഹലോ മിസ്, അതെ അന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല? എന്നെ ആഡ് ചെയ്തിട്ടില്ല. ആരാണ് അഡ്മിൻ? ആരാണ് മിസ്? 5 പേരുണ്ട് മിസ്. അതായത് 5 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കണേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ മിസ്, അതായത് പ്രയർ, സൈൻ ഇൻ, സൈൻ ഔട്ട്, അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കണത്. അപ്പം റെക്കോർഡ് ക്ലാസ് ഉള്ളവര് കാണാൻ എനിക്ക് തോന്നുന്നു കൂടുതലും ഗ്രൂപ്പിൽ കയറാത്തവര്, റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യണവര്. പക്ഷെ ഇത് കുറെ പേര് പെട്ടിട്ടില്ല. ഇത് ലൈവ് ക്ലാസ്സിലുള്ളവരും കുറെ പേര് കിട്ടിയിട്ടില്ല. തരുന്നവരുടെ അനുസരിച്ച് ഇങ്ങനെ ഗ്രൂപ്പില് മെമ്പേഴ്സ് കുറവുള്ളത് അനുസരിച്ച് ആഡ് ചെയ്തോണ്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ നമ്പർ കളക്ട് ചെയ്യുന്നത്? ഇതിനകത്ത് ക്ലാസ് റൂമിൽ തന്നെ ഇടുവാണ് ചെയ്യുന്നത് ക്ലാസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാരും നമ്പർ ഇട്ടിട്ടുണ്ടാവും മെസ്സേജില്. അപ്പൊ ഗ്രൂപ്പിന്റെ മെയിൻ ആള് ലുദിയാണ്. അപ്പൊ ലുദിയ നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പില് എന്റെ നമ്പർ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.
ഓക്കെ. ലുബിയയുടെ നമ്പർ അയച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കുക, മെസ്സേജ് ബോക്സിലൊന്ന് നോക്കുക. നമ്പർ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ മാം. അതെടുത്തിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ആരെങ്കിലും എടുത്തായിരുന്നോ? യൂണിറ്റ് 7 ഇല്ല മിസ്. ഇല്ല. ജിഷ മിസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണെന്ന് തോന്നുന്നു അടുത്ത്. അതെ, ഹൈജീന്റെ ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോ യൂണിറ്റ് 7 ഹെൽത്ത് കെയർ കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മൾ ഈ PDF-ലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മള് അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് രോഗങ്ങള്, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, ദെൻ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റി, അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മുടെ WHO ഹെൽത്തിനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ എന്നറിയാമോ? It is a physical, mental, social well-being. WHO defines health as a mental, physical, and social well-being. WHO defines health as mental, physical, and social well-being. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. വെൽബീയിങ് അല്ലെ, ക്ഷേമം. അതായത് ഒരാൾക്ക്, അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ പറഞ്ഞപ്പോ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം വേണം. നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് നമ്മളുടെ ശരീരം ആദ്യം ഓക്കെ ആവണം. ശരീരം മാത്രമല്ല, നമ്മൾ മെന്റലി ഓക്കെ ആവണം അല്ലെ. നമുക്കൊരു എന്താ പറയാ, സമൂഹവുമായിട്ടൊരു ഇന്ററാക്ഷനും വേണം. എന്നാൽ മാത്രമാണ് നമ്മൾ വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ WHO പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇത്. ഇനി ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളുണ്ട് അല്ലെ. കുറേയധികം അസുഖങ്ങളുണ്ട്. നമ്മുടെ ഫിസിക്കൽ എന്താ പറയാ, ഹെൽത്തിനെ ബാധിക്കുന്ന കുറേയധികം അസുഖങ്ങളുണ്ട്. അപ്പോ അത് പരത്തുന്ന ആളുകളെ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്നാ പറയുക അല്ലെ, സൂക്ഷ്മജീവികൾ എന്ന് പറയും അല്ലെ. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. എന്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മളുടെ വൈറസ് ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. ഇതാണ് മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ ശരീരത്തില് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് ആര്? ബാക്ടീരിയയും വൈറസും ഫംഗിയും പ്രോട്ടോസോവയും. ഓക്കെ, അപ്പൊ രോഗങ്ങൾക്ക് കാരണമാകുന്ന
ജീവികളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാറ്റഗറി അതിനകത്ത് വരുന്നുണ്ട്. കുറച്ച് രോഗങ്ങൾ കുറച്ച് ഇന്ന വിഭാഗത്തിൽ പെടുന്ന നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറയാം. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഏത് കാറ്റഗറി? എപ്പിഡമിക് എന്ന് പറയും കേട്ടോ. കേട്ടിട്ടില്ലേ? എപ്പിഡമിക് കേട്ടിട്ടുണ്ടോ? ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി. ഡിസീസ് that spread 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 very quickly, വേഗത്തിൽ, very quickly, are generally known, epidemic. ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറയോ? ഒന്നുകൂടി പറയാം. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് very quickly are generally known epidemic. Okay. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ പറയാം. ഡിസീസസ് ആർ നോൺ ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി ഫോർ എ ലോങ് ടൈം ആൻഡ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ്. മലയാളത്തിൽ പറഞ്ഞുതരാം കേട്ടോ. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? എൻഡമിക് കേട്ടോ. എൻഡമിക്. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഡിസീസസ് ആർ നോൺ ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. ഡിസീസസ് ആർ നോൺ ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി for a long time and cannot be completely eradicated. Endemic. Miss spelling? ENDEMIC. 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 ടീച്ചർ ഒന്നുകൂടെ പറയോ? അതല്ല, സ്പെല്ലിംഗ് അല്ല. ഓക്കെ, പറയാം. Diseases are known to exist in society. For a long time and cannot be completely eradicated. Endemic. Okay, Lancy. ശരിയായി. ഇത് ടെക്സ്റ്റിലുണ്ടോ മിസ്? ഇല്ല, ടെക്സ്റ്റിലില്ല കേട്ടോ. ഇല്ല അല്ലേ? ഓക്കെ മിസ്. ടെക്സ്റ്റിലില്ലാത്തതാണ്. അതാണ് ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്റെ ഒരു 10 മിനിറ്റ്സിന് ക്ലാസ് സ്റ്റക്ക് ആയി പോയി. ഞാൻ ഇപ്പൊ റീജോയിൻ ചെയ്താണ് മിസ്. എന്തുണ്ടായെന്ന് അറിയണില്ല.
അത് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. PDF-ലോട്ട് നമ്മൾ കടന്നിട്ടില്ല. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നതായിരുന്നു. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്ന് എഴുതുക കേട്ടോ. ഒരു ഹാഫ് പേജ് വിട്ടിട്ട് എഴുതുക. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ഓഫ് അൺനോൺ കോസസ് ആർ നോൺ ടു ബി, അതായത് കാരണം അറിയാത്ത രോഗങ്ങൾ. ക്രിപ്റ്റോജനിക് കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോജനിക്. ക്രിപ്റ്റോജനിക്കിന്റെ സ്പെല്ലിംഗ് പറയാം. CRYPTOGENIC. ക്രിപ്റ്റോജനിക്. CRYPTOGENIC. മിസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. മിസ് ടൈപ്പ് ചെയ്തോ? ടൈപ്പ് ചെയ്യണോ? ഓക്കെ. മിസ് ഒന്നുകൂടി പറയോ? അതല്ല ഡെഫിനിഷൻ. ഡെഫിനിഷൻ പറയണോ? ഡിസീസ് ഓഫ് അൺനോൺ. UNKNOWN. UNKNOWN. ഓക്കെ. Disease of unknown cause. CAUSE. Okay, Miss. ഒരു സെക്കൻഡ് കേട്ടോ. അതേടാ, മറ്റേ ഈ എൻഡെമിക്കിന്റെ ആ ലാസ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? കംപ്ലീറ്റ്ലി അതൊന്നും ആരെങ്കിലും പറഞ്ഞുതരോ? eradicated. Completely eradicated. ഓക്കെ. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ മിസ് എത്ര ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്? ഓക്കെ, നോക്കാം നമുക്ക്. ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഡിസീസ് ഓഫ് അൺനോൺ, കാരണം അറിയാത്ത. അൺനോൺ കോസ്, CAUSE. അൺനോൺ കോസ് ആർ നോൺ ആസ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് പറഞ്ഞോട്ടെ. Next one, disease that spread rapidly from one country to another. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്തായിരിക്കും? Disease that spread. Disease that spread rapidly from one country to another country. കൊറോണ. കൊറോണ ആണോ മിസ്? അതിനെ എങ്ങനെയാ പറയുന്നത്? കൊറോണനെ പാൻഡമിക്. കോവിഡ്. പാൻഡമിക് എന്നാണ് കേട്ടോ പറയുന്നത്. Disease that spread. Disease that spread rapidly. Rapidly എന്ന് പറഞ്ഞാൽ വളരെ വേഗം കേട്ടോ, പടർന്നു പിടിക്കുന്ന. Rapidly from one country to another country. One country to another country. Okay. Okay. Pandemic in the spelling. Pandemic in the spelling PANDEMIC. Okay, miss. Okay. ഇനി അടുത്തൊരു കാറ്റഗറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡിസീസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്താ? Disease caused by wrong lifestyle. Wrong. 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 Wrong lifestyle. Lifestyle. എന്താണ് രോഗങ്ങളാ? ജീവിതശൈലി എന്താ?
ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ. ഡിസീസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. ജീവിതശൈലി രോഗങ്ങൾ, തെറ്റായ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയാ നമ്മള്? ഒരാള് പറയൂ. ഗോപിക. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഡയബറ്റീസ്, ക്യാൻസർ, അതൊക്കെ ജീവിതശൈലി രോഗം. പിന്നെ പൊണ്ണത്തടി മറ്റേ പറയില്ലേ, പിന്നെ അതിലോസിറോസിസ്, അതും ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ടും ഡയബറ്റീസ് അറിയാം അല്ലെ. ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. പിന്നെ അതുപോലെ എന്താ പറയാ? എന്താണ് ഇംഗ്ലീഷിൽ ഇതിന് എന്താ പറയാ? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. മാം സെന്റൻസ് പറയുമോ? ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ. ഡയബറ്റീസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹൈപ്പർ ടെൻഷൻ പറയാം, ഒബേസിറ്റി പറയാം, സ്ട്രോക്ക് പറയാം, ഹാർട്ട് ഡിസീസ് പറയാം, ഫാറ്റി ലിവർ പറയാം, അതുപോലെ തന്നെ ക്യാൻസർ പറയാം. ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ. ക്യാൻസറും പെടുമല്ലേ മിസ്? ക്യാൻസർ പെടും. ക്യാൻസർ ജീവിതശൈലി രോഗമാണ്. ഓക്കെ, ഇന്ന് ഭയങ്കരമായിട്ട് എക്കോ ഉണ്ടായിരുന്നു പറയുമ്പോൾ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നോ? യെസ് മിസ്. മുമ്പ് ഇന്ന് ഏതോ ഒരു ദിവസം ഇതേപോലെ മിസ് പറയണത് തന്നെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഏതോ ഒരു മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ. അപർണ മിസ്സിന്റെ ക്ലാസ്സിലായിരുന്നു. ആണല്ലേ? ഞാനിവിടെ പറഞ്ഞേക്ക് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? സൈൻ ഔട്ട് ചെയ്യാൻ ആളില്ലേ? സൈൻ ഔട്ടിന് ആരും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സൈൻ ഔട്ടിന് വരാന്ന് പറഞ്ഞ ആള് ബിസി ആയി എന്ന് പറയുന്നത്. ഓക്കെ, ജോയിൻ ചെയ്തിട്ടില്ല ആള്. ആളിന്റെ ഹോസ്പിറ്റൽ കേസ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.